എനിക്ക് ബൺമസ്കോ പിന്നെന്താ നമുക്ക് ഉണ്ടാക്കിയാലോ. ഒരു ബൗളിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് വലിയ നമുക്ക് കണ്ടൻസ് മിൽക്ക് അങ്ങോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ, നല്ല തുരുതുരാന്ന് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. നല്ല ഒരു ഇളക്കം അങ്ങോട്ട് ഇളക്കണം. ഈ ഇളക്കാനൊക്കെ പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, ഇളക്കാനൊക്കെ നമ്മൾ മാസ്റ്ററാണല്ലോ. അത് നന്നായിട്ട് അങ്ങോട്ട് ആ പൾപ്പെല്ലാം അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം. ഇളക്കി എടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ, ആ ബണ്ണ് ഒരു ബണ്ണേ 2 ബണ്ണ് ഈ ബണ്ണ് ഇങ്ങോട്ട് എടുത്തിട്ട് നെടുകെ ഇങ്ങനെ അങ്ങോട്ട് കീറി എടുത്തിട്ടുണ്ടല്ലോ, നൈസായിട്ട് അങ്ങോട്ട് കീറണം, പൊടിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ തേക്കാം കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് തേച്ചെടുക്കാം. മധുരം ഓക്കെയാണ്, ഒരു മീഡിയം മധുരത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി പീസ് എടുത്ത് ഇങ്ങനെ മണ്ടയ്ക്ക് വെറുതെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് വേണേൽ സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഗാർണിഷൊക്കെ ചെയ്യാം വേണമെങ്കിൽ കേട്ടോ, നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം. എന്നിട്ട് പിന്നെ പെരിയ ഈ സാധനം ഇങ്ങനെ കയ്യിലൊക്കെ ഒലിക്കണം, ഒന്നും കാര്യമാക്കണ്ട. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് അടുക്കി അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നല്ല 2 കപ്പ് ചായ അങ്ങോട്ട് ഉണ്ടാക്കുക. പെരിയെ നമുക്കൊരു ബണ്ണിങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ നടുക ഇങ്ങനെ അങ്ങോട്ട് കീറിയിട്ട് ചായക്കകത്ത് നോക്കി അങ്ങോട്ട് കൊടുത്തു. കൊണ്ടാട്ടിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്, നോക്കിയിട്ട് പറയട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാനൊക്കെ